ഗായ്സ് ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ നമ്മുടെ ടെൻറ്റ് സ്റ്റേയിലെത്തിയായിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ കിടന്ന ടെൻറ്റ്. നമ്മളെ നൈറ്റ് നല്ല ഉഗ്രം ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു 4 o'clock വേക്കപ്പ് കോൾ ഉണ്ടാവും. ആൻഡ് വിത്തിൻ 1 hour ഏകദേശം ഒരു 5 o'clock നമ്മുടെ കൊളുക്കുവർക്കുള്ള ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യും. യെസ്, നമ്മൾ കൊളുക്കുമല സൺറൈസ് കാണാൻ പോകണം ഗായ്സ്. ഐ എം റിയലി എക്സൈറ്റഡ്. ഈ ടെൻറ്റ് സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പോണ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് റെഡി ആവട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ. സോ ഇറ്റ്സ് മീ പോറാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 4:50. നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് 12 കിലോമീറ്ററോളം ജീപ്പ് സഫാരി കഴിഞ്ഞ് നമ്മൾ ലോകത്തിലെ ഉയരം കൂടിയ ടീ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്ന മലയിലോട്ടാണ് നമ്മൾ പോണത്. യെസ്, നമ്മൾ കുളുക്കുമല സൺറൈസ് കാണാൻ പോണേ. കൊളുക്കുമലയിലെ സൂര്യോദയം കാണാനുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ്. പിന്നെ കൊളുക്കുമലക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം വണ്ടിക്ക് നിങ്ങൾ തന്നെയാണെങ്കിൽ ഇവിടെ സൂര്യനെല്ലി ചെക്ക് പോസ്റ്റ് വരെ നിങ്ങളുടെ വണ്ടിക്ക് വരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ജീപ്പ് സഫാരികൾ ഉണ്ടാവും. അതിന് മാത്രമേ നിങ്ങൾക്ക് കൊളുക്കുമല സൺറൈസ് കാണാൻ പറ്റുള്ളൂ. മറ്റു വണ്ടികളെ കടത്തിവിടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സൂര്യനെല്ലിയിൽ നിന്ന് 12 കിലോമീറ്ററോളം ദൂരമുള്ള ഈ യാത്രയിൽ ആദ്യത്തെ 4 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ 8 കിലോമീറ്ററോളം എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടെ ഓടിച്ചു പരിചയമില്ലാത്തവരാണെങ്കിൽ അപകടങ്ങൾക്കും പിന്നെ ഈ ഓഫ് റോഡിങ്ങിന് പറ്റാത്ത തരത്തിലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ഇതൊരു രക്ഷയിലിട്ടത് ഒരു ഓഫ് റോഡിങ്, എക്സ്ട്രീം ഓഫ് റോഡിങ്. നമ്മൾ ബൈക്കിന് പോയുള്ളൂ, പക്ഷേ ജീപ്പിന് ഫസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം അറിയോ, നമ്മൾ 4:50 നമ്മുടെ ടെൻഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മൾ 56ാമത്തെ ജീപ്പ്. ഓൾറെഡി നമ്മുടെ ഫ്രണ്ടിൽ 55 ജീപ്പുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾ വരാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നാലേ നിങ്ങൾക്ക് ജീപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ അണ്ണം പറഞ്ഞതെന്ന് വെച്ചാൽ ജീപ്പ് സാറ്റർഡേ സൺഡേ ഒക്കെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വീക്കെൻഡ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീറാം അണ്ണൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സർവീസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്ര എൻജോയ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയുമോ, നമുക്ക് കിട്ടുന്ന ഡ്രൈവറിനനുസരിച്ചിരിക്കും. കാരണം ഓഫ് റോഡിങ് വെറുതെ ഒലച്ചൊലച്ച് ഓടിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ശ്രീരാമണ്ണൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഓടിക്കുന്നത്. ദൂരെയൊക്കെ കാണുന്നതാണ് കേട്ടോ തിപ്പട്ടാമല. ഈ കൊളുക്കുമല അല്ലാതെ ഈ ഏരിയയിൽ ജീപ്പ് സഫാരി സർവീസ് ഉള്ള ഒരേ ഒരു പീക്കാണ് ഈ തിപ്പട്ടാമല. ഇപ്പം അതിൻ്റെ പേര് മാറ്റി ബോസ് പീക്ക് ആക്കിയെന്നാണ് നമ്മുടെ ശ്രീരാമണ്ണൻ നമ്മളോട് പറഞ്ഞത്. ഏകദേശം എത്താറായിട്ടാണ്. ആദ്യത്തെ ഒരു 4 കിലോമീറ്റേഴ്സ് നോർമൽ റോഡും പിന്നെയുള്ള 8 കിലോമീറ്റേഴ്സ് ഭയങ്കര ഓഫ് റോഡാണ്, എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പോൾ ഈ നടുവിന് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഒന്ന് കരുതി വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജീപ്സ് ഒക്കെ. അതുകൊണ്ടാണ് ഈ നമ്മുടെ വണ്ടികളൊന്നും കിടത്തുന്നത്. ഭയങ്കര എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ഉള്ള അല്ലെങ്കിൽ നല്ലോണം ഓടിക്കാൻ അറിയാവുന്നവർ മാത്രമേ കിട്ടുള്ളൂ. ഇവർ തന്നെ ഒരു 3 months കൂടുമ്പോൾ ഈ വണ്ടികളെല്ലാം ഇതിൻ്റെ ചെക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഇവർ ഓടിക്കുന്നത്. ടോട്ടലി ഇവിടെ എത്ര 230ഓളം ജീപ്പുകളുണ്ട്. അപ്പോൾ ജീപ്പിന് ഒന്നുമില്ല, പക്ഷേ വീക്കെൻഡ്സിൽ മാത്രം കുറച്ച് ടൈറ്റ് ആയിരിക്കും. യെസ് ഗായ്സ്, നമ്മളിത് ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ജീപ്പിന് വരുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യണ സ്ഥലമായിട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ദേ ഈ ഒരു വഴി 200 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. നമ്മളിപ്പോൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് തന്നെ വരെ ഇവർ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നോളൂ. ഒരു 200 മീറ്ററൊക്കെ ഫ്രണ്ടിലോട്ട് നടന്ന് ഫസ്റ്റാണ് ജാഗ്വാർ റോക്ക് എന്ന് പറയുന്നത്. ഒച്ചാനെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് വ്യൂ കണ്ടപ്പോൾ തന്നെ ഒരു വായ വിളിച്ചു പോയി. എന്നുവെച്ചാൽ നമ്മുടെ ക്യാൻവാസിലൊക്കെ വരക്കൂലേ, അതുപോലത്തെ ഒരു സാധനം. കഴിഞ്ഞൊരു 3-4 years ആയിട്ട് ആഗ്രഹിച്ച ഒരു സൺറൈസ്. ഗാഡ്,
ഇവിടെ വന്നിട്ട് ഇത്രയും ശാന്തിയോടും സമാധാനത്തോടും ഒരു സൺറൈസ് കാണാനായിട്ട് സൈലന്റ് ആയിട്ട് നിന്ന് എത്ര നേരം എന്ന് അറിയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ 20 മിനിറ്റ് കൂടുതൽ പുള്ളിക്കാരൻ ഈ ടൈം ലാപ്സ് വെച്ചുകൊണ്ടിരിക്കണായിരുന്നു. ഞാനിവിടെ വന്നിട്ട് എങ്ങനെയും ഒരു 10 മിനിറ്റോളം അനങ്ങാണ്ട് പിടിച്ചില്ല. നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഫിൽഡായിരിക്കും. ആൾക്കാരെ എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് നല്ല സ്പോട്ടുകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്. ബാക്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. എനിക്കിത് ഫോട്ടോ എടുക്കാം. പിന്നെ അപ്പോൾ സ്ഥലം കിട്ടൂല. അപ്പോൾ നേരത്തെ വരാൻ വിചാരിച്ചാലും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മുടെ ജീപ്പ് 56ാമത്തെ ജീപ്പായിരുന്നു. അപ്പോൾ നമുക്ക് മുമ്പ് 55 ജീപ്പുകൾ വന്ന് 6 പേര് വെച്ച് 55 അത്രയും പേരുണ്ട് ഇവിടെ ഇപ്പം. എനിവേ അങ്ങനെ 4-5 വർഷത്തെ ആഗ്രഹം സാധിച്ചു. കൊളുക്കുമല സൺറൈസ്. ഇവിടെ ഞാൻ വന്നിട്ട് ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര സൈലന്റ് ആയിരിക്കുന്നു. കാരണം രാവിലെ ഇത്രയും പേര്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നത് 56ാമത്തെ ജീപ്പിലാണ് വന്നത്. അപ്പോൾ എങ്ങനെയോ 55 ജീപ്പ് ഫ്രണ്ടിൽ വന്ന് 6 പേര് വെച്ച് അത്രയും പേര് ഇവിടെ ഉണ്ട്. എന്നിട്ടും ഈ സൺറൈസ് കാണാൻ വേണ്ടിയാണല്ല, സൈലന്റ് ആയിട്ടിരിക്കണായിരുന്നു. എന്നുവെച്ചാൽ മിണ്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നല്ല നല്ല സ്പോട്ടുകളൊന്നും കിട്ടൂല. ഞാൻ ഇരുന്നത് ഈ സ്പോട്ടിലാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് നേരത്തെ വരാനും പറ്റൂല. നമ്മുടെ സ്ലോട്ട് പോലെ നമ്മൾ എടുക്കുന്ന സ്റ്റേൻ്റെയും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അവിടുത്തെ ജീപ്പിന്റെ ടൈമൊക്കെ അനുസരിച്ചിരിക്കും നമ്മളിവിടെ എത്തണം. ഞങ്ങൾക്ക് ഏതോ ലക്കിയായി നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. നമ്മളോട് ഞങ്ങളുടെ ഡ്രൈവറാണ് പറഞ്ഞത് 7 മണിക്ക് തിരിച്ചെത്തണമെന്നാണ്. അതിന് മുമ്പ് നമുക്ക് മെയിൻ ഒരു സ്ഥലം കാണണം. എല്ലാവരും ഇതുപോലെ വന്നാൽ എല്ലാവരും കാണുന്നൊരു സ്പോട്ടാണ് ടൈഗർ റോക്കും കൂടി കാണാം. നമ്മൾ ചക്രമുടി ട്രക്കിങ്ങിന് പോയില്ലേ, സെയിം ഷൂസാണ് ഞാനിപ്പോൾ ഇട്ടാക്കുന്നത്. എനിക്കെന്നെ ഷൂസിന് ഒട്ടും വിശ്വാസമില്ല. സാധാരണ തെന്നിയടിച്ച് വീഴും. ഇവിടെ വന്നപ്പോഴറിഞ്ഞത് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു എനിക്കറിയില്ല. ഇവിടെ വന്ന് നോക്കിയിട്ട് അവിടെ നിന്നായിരുന്നു സ്പോട്ട് ഉണ്ടോ. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ ഹൈവേ എന്ന് പറയുന്ന ഒരു ടെന്റ് സ്റ്റേയിലാണ്. ഇപ്പോൾ 2 രീതിക്കാണ് നിങ്ങൾക്ക് കൊളുക്കുമലയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ തലേ ദിവസം വന്നിട്ട് ഇതുപോലുള്ള ക്യാമ്പ് സ്റ്റേകളൊക്കെ ഉണ്ടാവും, ടെന്റ് സ്റ്റേകൾ. അവിടെ റൂം എടുത്തിട്ട് അവരുടെ തലേ ദിവസം തന്നെ അവരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. ഡാൻസും DJ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്യാമ്പ് ഫയർ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നെ ജീപ്പിൽ കൊളുക്കുമല സൺറൈസ് കാണാം. രണ്ടാമത്തത്, നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ തന്നെ വെളുപ്പിനെ ട്രാവൽ ചെയ്ത് സൂര്യനെല്ലി എത്തുക. സൂര്യനെല്ലിയിൽ നിന്ന് ഒരു ജീപ്പ് എടുത്തിട്ട് സൺറൈസ് കാണാൻ പോകാം. ഒരു ജീപ്പിന് വന്ന ചാർജ് ഇപ്പോൾ 3000 രൂപയ്ക്ക്. അതായത് ഒരു ജീപ്പിനാണ് 3000. അപ്പം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അത് ഉപയോഗിക്കാം. അതിമനോഹരമായി അറേഞ്ച് ചെയ്ത് കുറേ ടെൻറ്റ് സ്റ്റേസ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാദർ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പ് ഫയർസൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഫാമിലി റൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് റൂംസ് തന്നെ അതൊക്കെ ഇവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചക്ക് 1 മണി മുതൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാം. വൈകിട്ടാകുമ്പോഴേക്കും ഒരു ചെറിയ സ്നാക്ക് ഉണ്ടാവും, ഒരു ചായയും ബിസ്ക്കറ്റും കാര്യങ്ങളും. പിന്നെ ഫുഡ് നൈറ്റ് ഇന്നലെ ഞങ്ങൾ കഴിച്ചത് ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ബാർബിക്യൂ, ചിക്കൻ കറി, സാലഡ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഫുഡ് ഏതായാലും ഇവരുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോയ്ലറ്റ്സൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് മൂന്നാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഒന്ന് ബാത്റൂമിൽ പോകാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സൺറൈസൊക്കെ കഴിഞ്ഞ് കണ്ടുവന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. സോ കൊളുക്കുമലയ്ക്ക് വന്നെയാണെങ്കിൽ എൻ്റെ സജഷനാണ് മൂന്നാർ ഐവ ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ടെൻറ്റ് സ്റ്റേകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗോ ആൻഡ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യണേ, കാരണം കുറച്ച് നേരം എനിക്ക് ഈ ഒരു വ്യൂ കണ്ടിരിക്കണം. സോ ഇറ്റ്സ് മീ ഭുവൻ. താങ്ക് യു ഫോർ വാച്ചിങ്.